കർണാടക മന്ത്രിസഭയിൽ പൊട്ടിത്തെറി. ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി രാജിവെച്ചു. ആവശ്യപ്പെട്ട വകുപ്പ് ലഭിക്കാത്തതിനെ തുടർന്നാണ് രാജി. ബംഗളൂരു നഗരവികസന വകുപ്പാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റെഡ്ഡിയുടെ രാജി DK മന്ത്രിസഭയിൽ തുടക്കത്തിലെ കല്ലുകടിയായി മാറുന്നു എന്നുള്ളത് വേണം കണക്കാക്കാൻ. സജിത്തുണ്ട് വിശദാംശങ്ങളുമായി. സജിത്ത്, DK മുഖ്യമന്ത്രി ആയതേ ഉള്ളൂ, അതിനിടയിൽ രാജിയുമായോ? എന്താണ് വിശദാംശങ്ങൾ? മുതിർന്ന അംഗമാണ് രാമലിംഗ റെഡ്ഡി. ഇദ്ദേഹം 6 തവണ മന്ത്രിയായ വ്യക്തിയാണ്. വീരപ്പ മൊയ്ലി മന്ത്രിസഭയിലടക്കം മന്ത്രിയായി പ്രവർത്തിച്ച വ്യക്തിയാണ്. താൻ ആഗ്രഹിച്ച, തനിക്ക് ഓഫർ ചെയ്തിരുന്ന വകുപ്പ് കിട്ടിയില്ല എന്ന കാരണത്താലാണ് ഇപ്പോൾ നാടകീയമായ രാജ്യപ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കർണാടക നഗരവികസന വകുപ്പ്, സുപ്രധാന വകുപ്പാണ് കർണാടകയിലെ. അതാണ് അദ്ദേഹത്തിന് ഓഫർ ചെയ്തിരുന്ന വകുപ്പ്. പക്ഷേ കിട്ടിയത് ജലസേചന വകുപ്പാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജിവെക്കുന്നത്. DK ശിവകുമാറും അദ്ദേഹത്തിൻ്റെ സഹോദരനും മന്ത്രിയാവുന്നതിന് മുമ്പ് തന്നെ തനിക്ക് ഈ വകുപ്പ് ഓഫർ ചെയ്തതാണ്. മന്ത്രിസ്ഥാനം താൻ ആവശ്യപ്പെട്ടതല്ല, തനിക്ക് ഇങ്ങോട്ടേക്ക് ഓഫർ കിട്ടിയതാണ് മന്ത്രിസ്ഥാനം പോലും. അങ്ങനെയാവുമ്പോൾ താൻ അപമാനിക്കപ്പെട്ടു എന്നതാണ് അദ്ദേഹത്തിന് രാമലിംഗ റെഡ്ഡിയുടെ നിലപാട്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ പാർട്ടിക്ക് പുറത്തു പോവില്ല. കോൺഗ്രസിൻ്റെ MLA ആയി തുടരും, പാർട്ടി പ്രവർത്തകനായി തുടരുമെന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. അല്പസമയം മുമ്പാണ് വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം ഈ നിലപാട് അറിയിച്ചിരിക്കുന്നത്. രാവിലെ പ്രവർത്തകരുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നലെ മുതൽ തന്നെ ഈ രാമലിംഗ റെഡ്ഡി രാജിവെക്കും എന്ന ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. അത് സ്ഥിരീകരിക്കുന്നുകൊണ്ടാണ് ഇപ്പോൾ രാജിക്കത്ത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ രാജിക്കത്താണ്. പാർട്ടി നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്ന രാജിക്കത്തിൽ ഈ നിലപാടുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകനായി തുടരും, MLA ആയി തുടരും, പക്ഷേ തനിക്ക് ഓഫർ ചെയ്ത വകുപ്പ് കിട്ടിയില്ല, അത് അപമാനിക്കലായിപ്പോയി എന്നതാണ് എടുത്തിരിക്കുന്ന നിലപാട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ DK മന്ത്രിസഭ DK ശിവകുമാർ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ തന്നെ ഇങ്ങനെയൊരു ആശയക്കുഴപ്പമുണ്ടായത് കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം DKയുടെ പുതിയ മുഖ്യമന്ത്രി പദം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയായിരുന്നു കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ. അതിനിടയിലാണ് ഇങ്ങനെയൊരു നീക്കമുണ്ടായത്. എന്തായാലും സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടി വരും. കോൺഗ്രസ് നേതൃത്വം, ഒപ്പം തന്നെ DK ശിവകുമാർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് കരുതാം. യെസ്, വ്യക്തമാണ്. സയത്ത് ഒരു മുതിർന്ന നേതാവാണ്. ഇപ്പോൾ ബംഗളൂരു വികസന വകുപ്പ് 2 തവണ ആവശ്യപ്പെട്ടു, 2 തവണ നൽകാമെന്ന് വാഗ്ദാനം നൽകിയതുമാണ്. അത് നടപ്പാക്കാത്തതിനെ തുടർന്നാണല്ലോ രാജി. അപ്പോൾ ഈ വാക്ക് പാലിക്കൽ തുടക്കത്തിലെ പാളിപ്പോകുന്നൊരു സാഹചര്യമായിട്ട് വിലയിരുത്തേണ്ടി വരൂ. അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് സാഹചര്യം. DK ശിവകുമാർ നേരിട്ട് ഓഫർ ചെയ്തതാണ് തനിക്ക് ഈ വകുപ്പ്, പക്ഷേ അത് ലഭിച്ചില്ല. ഇതാണ് ഈ കാര്യത്തിലുണ്ടാകുന്ന നീക്കം. വാർത്താ സമ്മേളനത്തിൽ തന്നെ തനിക്ക് ഈ വകുപ്പ് നൽകാമെന്ന് ഉറപ്പ് ലഭിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ലഭിക്കാത്തതിനെ തുടർന്നാണ് തൻ്റെ രാജി എന്ന കാര്യം കൂടി അദ്ദേഹം പരസ്യമാക്കിയിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അത് സ്വാഭാവികമായും ഉണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല. എങ്ങനെ ഈ ആശയക്കുഴപ്പം ഉണ്ടായി എന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തുവെങ്കിലും പിന്നീടാണ് അവരുടെ പോർട്ട്ഫോളിയോ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാവുന്നത്. അത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് ഈ വകുപ്പില്ല എന്ന കാര്യം മനസ്സിലാവുന്നത്. ഇതേ തുടർന്നാണ് പ്രവർത്തകരുമായി ആലോചിച്ച്, തനിക്കൊപ്പം നിൽക്കുന്ന പ്രവർത്തകരുമായി ആലോചിച്ച് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലെ മുതൽ അദ്ദേഹം രാജിക്കത്ത് തയ്യാറാക്കുന്നു, പ്രവർത്തകരുമായുള്ള കൂടിയാലോചന. എന്തായാലും കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ ഇനി അനുനയിപ്പിക്കുമോ, മറ്റെന്തെങ്കിലും വകുപ്പ് മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രാജി പ്രഖ്യാപനം അതിൻ്റെ തുടർ നീക്കത്തിലേക്ക് ഇനി എന്ത് എന്നതാണ് പ്രധാനം. എന്തായാലും മന്ത്രിസഭയിൽ, കർണാടക മന്ത്രിസഭയിൽ പൊട്ടിത്തെറിയാണ് എന്നുള്ളത് തന്നെ വ്യക്തമാണ്. ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി രാജിവെച്ചു എന്നുള്ളത് തന്നെയാണ്. ആവശ്യപ്പെട്ട വകുപ്പ് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 2 തവണ DK ശിവകുമാർ പറഞ്ഞിരുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ആ വകുപ്പ്, ബംഗളൂരു നഗരവികസന വകുപ്പ് തനിക്ക് കിട്ടുമെന്നത് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അതുണ്ടായില്ല. അതിൻ്റെ പ്രതിഫലനം എന്ന രീതിയിലാണ് ഈ രാജ്യം എന്ന് കണക്കാക്കണം. പാർട്ടി വിട്ട് പുറത്തു പോകുന്നില്ല, MLA ആയി തുടരും എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ അനുനയ നീക്ക ശ്രമങ്ങൾ ഇനി എങ്ങനെയാകും എന്നുള്ളത് സംബന്ധിച്ചാണ്. എന്തായാലും DK മന്ത്രിസഭ തുടങ്ങിയതിന് പിന്നാലെ തന്നെ, തുടക്കത്തിൽ തന്നെ ഏറ്റവും മുതിർന്ന നേതാവിൻ്റെ രാജി അത് വല്ലാത്ത ക്ഷീണം തന്നെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എങ്ങനെയായിരിക്കും അനുനയ നീക്കങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള ധാരണകളും ലഭിക്കേണ്ടതുണ്ട്. TG സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.